it is something regarding the thing that I just talked yesterday. It is, I'm not a hater of anybody. I don't just, hate any people. So, but this guy, he's perfectly, have a good fame in online, because he kind of reacted to some funny memes and all those kind of good things. So he is a Malayali, and I need to post this video in Malayalam. So I switch to my mother tongue. So എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, I don't know his name, Sabir or something like that, I think. So ഇയാളുടെ വീഡിയോസൊക്കെ ഭയങ്കര ഫണ്ണിയാണ്. നല്ല റിയാക്ഷൻസ് വീഡിയോസൊക്കെ ആയിട്ടിട്ട് നല്ല നല്ല കോമഡിയൊക്കെ കാര്യങ്ങൾ ഇയാൾ പറയാറ്. ഐ കാൻ ലൈക്ക് ദിസ് ഗൈ. ബട്ട് റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ നടന്ന ഒരു സംഭവത്തിനെ പറ്റി ഇയാൾ ഒരു കാര്യം പറഞ്ഞു. ബട്ട് I need to say this thing because it's not kind of wrong, but you could have said this ഇതൊരു വേറെ രീതിയിൽ പറയായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഇയാൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഒരു എന്തിനാണ് കൊന്നത്, അല്ലെങ്കിൽ ഒരു ഉമ്മേനെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ, അല്ലെങ്കിൽ അനിയനെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് പറയുന്നത്. ബട്ട് ഇൻസ്റ്റെഡ്, ലൈക്ക് ഐ വോണ്ട് ടു ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കില്ലിങ് ഇസ് ബാഡ്. ആളുകളെ കൊല്ലുന്നത് തന്നെ ബാഡാണ്. ആൻഡ് ആളുകൾക്ക് മോശം സംഭവിക്കണമെന്ന് വിചാരിക്കുന്നത് തന്നെ ബാഡാണ്. അതുപോലെ തന്നെ ലഹരി, അതുപോലെ ഈ വാട്ട് എവർ മേക്സ് യു ഫീൽ വീക്ക്. ഏതൊരു വസ്തുവാണോ തന്നെ വീക്കായിട്ട് പ്രദർശിപ്പിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു വീക്ക് മെൻറ്റാലിറ്റി ഉണ്ടാക്കി തരുന്നത്, ഇറ്റ്സ് ബാഡ്. whatever it is bad. So instead of saying these kind of things in this way, അതായത് ഇങ്ങനെ പറയുന്നതിന് പകരം, അതായത് ഇപ്പോൾ എന്തിനാണ് കൊന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കാം കാരണം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം you can just influence these vast majority of people to do good things or not to do these kind of bad things. അതായത് ഇങ്ങനെ മോശം പ്രവർത്തികൾ ചെയ്യരുത് എന്ന് പറയാം. ലൈക്ക് ഇപ്പോൾ ഓഫ് കോഴ്സ് യു ഹാവ് എ ബിഗ് ഓഡിയൻസ്, നിങ്ങൾക്ക് വലിയൊരു ഓഡിയൻസ് തന്നെ ഉണ്ട് നിങ്ങൾക്ക്. ആൻഡ് ഈ വലിയ ഓഡിയൻസിൽ ഒരു വലിയ ശതമാനം ആളുകൾ നിങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ചേക്കാം. സി ഇഫ് യു ഗെറ്റിംഗ് മൈ പോയിന്റ്, നിങ്ങൾ പറയുന്നത് കേട്ട് അനുകരിച്ചേക്കാം അല്ലെങ്കിൽ അനുസരിച്ചേക്കാം. ബിക്കോസ് ദിസ് ഗൈ സേസ് ദിസ്, അല്ലെങ്കിൽ ഇയാൾ, ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇയാൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഫാൻസ് തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പോൾ എനിക്ക് ആരാധന തോന്നുന്ന ആൾ ഈ രൂപത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഒരു രീതിയിലൊരു അഭിപ്രായമുണ്ട്. സോ ഐ വിഷ് ടു ഡു ദോസ് തിങ്സ്. അങ്ങനെയൊക്കെ വിചാരിക്കും. ബിക്കോസ് യു ഹാവ് എ ബിഗ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് മലയാളി പീപ്പിൾ. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ 100K 50K ഫോളോവേഴ്സിലെ കാണുന്നുണ്ടെങ്കിലും അതിൽ മേ ബി ഒരു 10K അല്ലെങ്കിൽ മേ ബി ഒരു 15K ആളുകൾ നിങ്ങൾ പറഞ്ഞത് കേട്ട് അനുസരിക്കും, മേ ബി. സോ ഔട്ട് ഓഫ് ദോസ് യു കുഡ് ഹാവ് സെഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അടക്കം ചിട്ടയും വരുത്തണം. നിങ്ങൾ ഇതുപോലത്തെ മോശം പ്രവർത്തികളിൽ നിങ്ങൾ പോകരുത്. ലഹരി ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും തൊട്ട് നോക്കുക പോലും ചെയ്യരുത്. സി ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലൈക്ക് that's a kind of positive thing. So I'm not kind of criticizing this guy, but he could have said this in this way. Stay out, as always.